ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, NTPC ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും കണ്ടു, അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ചില ആളുകൾ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്നൊന്നുകൂടി ഉറപ്പാക്കിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള തീരുമാനം എന്തായാലും എടുത്തു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത കടമ്പ എന്താ? പഠിച്ചു തുടങ്ങുക എന്ന. വെറുതെ അല്ല, ഏറ്റവും നല്ല രീതിയിൽ വ്യക്തമായൊരു ധാരണയോടുകൂടി വ്യക്തമായൊരു പ്ലാനോടുകൂടി പഠിച്ചു തുടങ്ങുക എന്നതാണ്. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും നേരിയ തോതിലെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എങ്കിൽ ആ ബുദ്ധിമുട്ട് പോലും ഇല്ലാതാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഐഡിയ വർക്ക് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. മകളെ നോക്കേടാ, എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യണം. ആ പറയുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഏത് ടോപ്പിക്കുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ടോപ്പിക്കുകളെല്ലാം ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ആ ക്ലാസിഫൈ ചെയ്ത ടോപ്പിക്കുകൾ ഓരോന്നിൽ നിന്നുമായി എത്രയെത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എങ്കിൽ ഒരു ശരാശരി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഒരു പർട്ടിക്കുലർ എക്സാമിനെ പരിഗണിക്കുമ്പോൾ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, എത്ര ചോദ്യങ്ങൾ വെച്ച് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഐഡിയ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ പറയുന്നതോടുകൂടി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നതിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചറിയാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ പറയുന്നതോടുകൂടി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ വേണം. ആ ഐഡിയ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടുന്ന ബേസിക്സ് ആയ എല്ലാ കാര്യങ്ങളും സെറ്റ് ആവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനായിട്ട് പ്രത്യേകം ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. ഒന്നുകിൽ അത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൂടാം. ഓക്കെ ആണോ? വ്യക്തമായ ധാരണയോടുകൂടി തന്നെ പഠിച്ച് മുമ്പോട്ടേക്ക് പോകാം. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എക്സാം പാറ്റേൺ മനസ്സിലാക്കാം. മക്കളെ, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഇത് 2 ലെവലുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അതിൽ CBT 1 എന്ന ലെവലിനെ സംബന്ധിക്കുന്ന കാര്യം നമുക്ക് ആദ്യം നോക്കണം. മൊത്തം എത്ര ചോദ്യങ്ങളുണ്ടടാ? 100 ചോദ്യങ്ങളുണ്ട്. 100 ചോദ്യങ്ങൾക്ക് എത്ര മാർക്കാ മക്കളെ? 100 മാർക്കാണ്. ഈ 100 മാർക്കിൽ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ എവിടെ നിന്ന്? മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്തു നിന്ന്. ഓക്കെ ആണോ? അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വേണ്ടിയിട്ടും എത്ര ചോദ്യങ്ങൾ? 30 ചോദ്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ജനറൽ അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എത്ര എണ്ണമുണ്ട്? 40 എണ്ണമുണ്ട്. മക്കളെ, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ഭാഗത്താണുള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ 30നെ മാത്രമേ പോയിന്റ് ചെയ്യൂ, ഈ 40നെ പിൻ പോയിന്റ് ചെയ്യില്ല. അതിന്റെ കാരണം ഇതിനകത്ത് പിന്നെയും സബ് ഡിവിഷൻ ഉണ്ട്. എങ്ങനെയൊക്കെയാ? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ അതിനകത്ത് കറണ്ട് അഫെയർ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ആകെ തുകയായി വരുന്ന 40 മാർക്കായത്. അതുകൊണ്ട് ഒരു സിംഗിൾ സബ്ജക്റ്റ് എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ഉള്ളതും ഏറ്റവും കുറച്ച് മാത്രം സിലബസിൽ ഉള്ളതും, പഠിക്കാൻ സിലബസ് വളരെ ചെറുതാണ്, അങ്ങനെയുള്ള ആളാണ് ഏത്? ഈ 30 മാർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇൻഡിവിജ്വലി ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ 40 മാർക്കിനകത്ത് ചോദിക്കുന്ന ഒരു ഭാഗത്തിനെ പരിഗണിച്ചു എന്ന് വിചാരിക്കാം. ഈ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് എന്തോരം പഠിക്കാനുണ്ടോ അത്രയും തന്നെയേ ഈ 30 മാർക്കിനകത്തേക്ക് എത്താനും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതായത് മൊത്തമാകുന്നതിൻ്റെ 1/4 ഭാഗം മാത്രമേ നിങ്ങൾക്ക് എവിടെ ഉള്ളൂ? ഈ 30 മാർക്കിനകത്തേക്ക് എത്താനായിട്ടുള്ളൂ. അതായത് ഈ 40 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് എന്തോരം ഭാഗങ്ങൾ പഠിക്കണമോ ആ ഭാഗങ്ങളുടെ 1/4 മാത്രം പഠിച്ചാൽ നമുക്ക് എവിടെ എത്താം? ഈ 30 മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് വാങ്ങാം. അതുപോലെ ഈ 30 മാർക്ക് നമുക്ക് എടുക്കാം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മൊത്തമായിട്ട് 100 ചോദ്യങ്ങളുണ്ട്. ഈ 100 മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് 90 മിനിറ്റ് ആണ് അനുവദിച്ച് നൽകുന്നത്. മക്കളെ, നമ്മുടെ മറ്റ് പരീക്ഷകൾ പരിഗണിക്കുമ്പോൾ നമുക്ക് മാർക്ക് നേടാനായിട്ട് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ സമയം എപ്പോഴും ഒരു ബുദ്ധിമുട്ടാകാറുണ്ട്. സ്വാഭാവികമായി ചിന്തിച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന 1.5 മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ്? അത്യാവശ്യം ഒരു നല്ല ഒരു ടൈമൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു സമയം കൂടാ. അതായത് സ്പീഡ് അത്യാവശ്യം ഒന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്പീഡിന്റെ കാര്യത്തിൽ കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് വന്നു ചേരുകൂടാ. എന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ 1.5 മണിക്കൂർ ധാരാളമാണ്.
ഈ 1.5 മണിക്കൂറിനകത്താണ് ഈ 100 ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടത്. ഓക്കെയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 90 മിനിറ്റിനകത്ത് ഈ പറയുന്ന 40 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് അത്യാവശ്യം വേഗത്തിൽ തന്നെ വായിച്ച് പോകണം. ഈ പറയുന്ന 60 മാർക്കിനകത്തേക്കായിട്ട് നമുക്ക് കൂടുതൽ സമയം വിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആകെത്തുകയായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി നമുക്ക് നേരെ എവിടേക്ക് പോകണം? CBT 2-നകത്തേക്ക് പോകണം. മകളെ, CBT 2-നകത്തേക്ക് വരുമ്പോൾ മൊത്തം 120 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ 35 ചോദ്യങ്ങളായി മാറും, 35 മാറും. എവിടെ? ഈ പറയുന്ന മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും എത്ര മാർക്കിന്റെ ചോദ്യമുണ്ട്? 35. അവിടെ ജനറൽ അവയർനെസ്സിനകത്ത് എന്തുണ്ട്? 50. ഇവിടെ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം. എന്തായാലും ജനറൽ അവയർനെസ്സിന് ചോദിച്ചതായ ചോദ്യങ്ങൾ CBT 1-ലുള്ളത് ഒരിക്കലും CBT 2-ലേക്ക് വരില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് ഒരു വ്യത്യാസവും ഉണ്ടാകാത്ത രീതിയിൽ റെപ്പറ്റീഷൻസ് വന്നേക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഒരിക്കലും വേസ്റ്റ് ആകുന്നില്ല എന്നൊരു കാര്യം, അതാണ് ഞാൻ ഇവിടെ പിൻ പോയിന്റ് ചെയ്തത്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? CBT 1-നും വേണം, CBT 2-നും വേണം. അതും വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന 35 മാർക്കും എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതായത് CBT 1-ന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഏതിനു വേണ്ടിയും കൂടെ തയ്യാറാകുന്നുണ്ട്. ഈ പറയുന്ന ഏത് CBT 2-നും കൂടെ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട്. അവിടെയും നമുക്ക് എത്ര മിനിറ്റ് തന്നെ ആ പരീക്ഷ? 90 മിനിറ്റാണ്. അവിടെ 90 മിനിറ്റ് കൊണ്ട് 100-ഉം ഇവിടെ 90 മിനിറ്റ് കൊണ്ട് 120 ചോദ്യങ്ങളും ചെയ്യണം. കേട്ടോ മക്കളെ? അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം ധാരണയിലാക്കിക്കൊള്ളുക. നമുക്ക് CBT 1-ലും CBT 2-ലും മേജർ കോൺട്രിബ്യൂഷൻ വരുന്ന സബ്ജക്റ്റ് ആണ് ഏതെന്ന് പറയുന്ന മാത്സും അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. മക്കളെ, ഈ പറയുന്ന 35 മാർക്ക് വാങ്ങിക്കാൻ അറിയാവുന്നവൻ ഓട്ടോമാറ്റിക്കലി ഈ 35 മാർക്കും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ ആണോ? കോമൺ സെൻസ് ആണ് ഇതെല്ലാം. നമുക്ക് ലോജിക്ക് വർക്കായാൽ മതിയടാ, പറ്റും. നമ്മൾ അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടി ഇരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണോടാ? ഈ ക്വസ്റ്റ്യനുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കേ. അതാണ്ട് ബേസിക്കലി ഞാൻ ഒരു ഷഫിൾഡ് ഓർഡറിൽ കുറേ ടോപ്പിക്കുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് സോർട്ട് ചെയ്ത് ഞാൻ തരാം. ആദ്യമേ ഇൻഡിവിജ്വലി ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കേ. നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ LCM HCFൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, സിംപ്ലിഫിക്കേഷൻ ആകുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നമുക്ക് പെർസെൻറ്റേജിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ആവറേജിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, റേഷ്യോ പ്രപ്പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ടൈം ആൻഡ് വർക്ക്, അതുപോലെ പൈപ്സ് ആൻഡ് സിസ്റ്റേൺസിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീം തുടങ്ങിയ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് കോർഡിനേറ്റ് ജിയോമെട്രി, അതുപോലെ ജിയോമെട്രി തുടങ്ങിയ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. മെൻസുറേഷനിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആൽജിബ്ര എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ട്രിഗണോമെട്രിയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗവും വരുന്നുണ്ട്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന, മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചാലായി എന്നാണ്, എങ്കിലും ചോദ്യങ്ങളുണ്ട്. മിസ്സെല്ലേനിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്ന് കരുതുകയും വേണം. ആ കാര്യങ്ങൾ ഇത്രയും ആകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന മേഖലകളാകും. ഈ മേഖലകളൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായി വരിക എന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിനൊരു പ്രോപ്പർ ഓർഡർ കൊടുക്കണം. ഞാൻ ഇതിനെ എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ രീതി അനുസരിച്ച് ഞാനൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നോക്കേടാ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, അതോടൊപ്പം ഞാൻ അഡ്വാൻസ്ഡ് ലെവൽ, ഇങ്ങനെ 3ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ടോപ്പിക്കുകളെ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ഫണ്ടമെന്റൽസ് ആകുന്ന ഭാഗത്തിനകത്ത് നമ്പർ സിസ്റ്റം ഉണ്ട്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഉണ്ട്, LCM HCF, സ്ക്വയർ റൂട്ട്, റേഷ്യോ പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, സിംപ്ലിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫണ്ടമെന്റൽസിനകത്ത് പഠിച്ചേ പറ്റും. ഇനി ഫണ്ടമെന്റൽസിന് വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. ഏറ്റവും കൂടുതലാകുന്ന ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതലാകുന്ന മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നായിരിക്കും വരിക? ഈ ഫണ്ടമെന്റൽസിനകത്ത് നിന്നായിരിക്കും വരിക. ഇനി ഈ ഫണ്ടമെന്റൽസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഫണ്ടമെന്റൽസ് ആകുന്ന കാര്യങ്ങൾ
കാര്യങ്ങളിലുള്ള ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യവും ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസ്ഡ് ലെവലിലെ ചോദ്യവും ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും ഭംഗിയായി പഠിച്ചെടുക്കേണ്ട ഒരു രീതിയിലും ഒന്നും മറന്നുകൂടാത്ത ഒരു ഭാഗമുണ്ടെങ്കിൽ അത് ഈ ഫണ്ടമെന്റൽസിന്റെ ഭാഗമാണ്. ഈ ഭാഗം വളരെ വ്യക്തമായി പഠിച്ച ഒരാൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, ഏജ് കാൽക്കുലേഷൻ, മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഏത് വരൂടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫണ്ടമെന്റൽസിനകത്തുള്ള നമ്മൾ പഠിക്കുന്ന ബേസിക് മെത്തഡോളജീസ്, എങ്ങനെയാണ് രണ്ട് നമ്പറുകളെ വെട്ടിച്ചെറുതാക്കേണ്ടത്, എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നിട്ടുള്ള ചോദ്യത്തിനകത്തുള്ളതായ ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പ വഴിയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടമെന്റൽസിനകത്ത് നമ്മളെ തുണയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ടോപ്പിക് പഠിക്കാൻ ഉണ്ടാകണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എന്താ വരിക, അഡ്വാൻസ്ഡ് ലെവലിനകത്ത് ആൽജിബ്ര, ജിയോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, അതായത് ഈ ഭാഗത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭാഗം നല്ലതുപോലെ പഠിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഈ ഭാഗം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് ആൽജിബ്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വേഷനുകൾ അറിയണം, കാര്യങ്ങൾ ചെയ്യണം. ജിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയണം, ഫിഗറുകളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ വശങ്ങളെ കുറിച്ച് അറിയണം, നമുക്ക് പഠിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സും അത് തന്നെ, മെൻസുറേഷനും അത് തന്നെ, ട്രിഗണോമെട്രിയും അത് തന്നെ. പക്ഷേ ഇവിടെ ഈ അഡ്വാൻസ്ഡ് ലെവലിന്റെ കാൽക്കുലേഷൻസിനകത്തും ആര് തന്നെ ആവശ്യമായിട്ട് വരും, നമുക്ക് ഫണ്ടമെന്റൽസ് വേണ്ടി വരും. ഈ ഫണ്ടമെന്റൽസ് ആപ്ലിക്കേഷൻ ലെവലിലും വേണം, ഈ ഫണ്ടമെന്റൽസ് അഡ്വാൻസ്ഡ് ലെവലിലും വേണം. കാര്യം പിടികിട്ടിയോ? ഇനി നമ്മൾ ഇവനെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ള ഏറ്റവും നൂതനമായ ഒരു വിദ്യയാണ് എന്ത്, കോമ്പിനേഷൻ സ്ട്രാറ്റ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന നമ്മുടെ ആള്. മക്കളെ ഇവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാ പഠിക്കണ്ടേ? നമ്മളിപ്പോ പഠിക്കാനായി തീരുമാനിച്ചു. ഞാൻ എന്ത് ചെയ്തു, ആദ്യം നിങ്ങൾ ഈ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റവും പഠിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. നിങ്ങൾ എടുത്ത തീരുമാനം ആദ്യമേ പറയാം തെറ്റാണ്. അത് വളരെ വളരെ ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. അത് പഠിച്ചു മുമ്പോട്ടേക്ക് പോയാൽ ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം ഉണ്ടാകും. മാർക്ക് സ്കോർ ചെയ്യാനുള്ളതായ സ്വാഭാവികമായ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, വീണു പോകും. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇവിടുന്നേ പറഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഓക്കെ ആണോ? പിന്നെ ഒരു സമയം വേണ്ടത്, ഇപ്പം തന്നെ പറഞ്ഞു തരാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യമേ ഫണ്ടമെന്റൽസ് ആയ ഭാഗത്തിനകത്തുള്ള നമ്പർ സിസ്റ്റം പഠിക്കണം, ഫ്രാക്ഷൻ ഡെസിമൽ പഠിക്കണം, LCM HCF പഠിക്കണം, സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ക്യൂബ് റൂട്ട് എല്ലാം പഠിക്കണം, റേഷ്യോ പ്രപ്പോർഷൻ പഠിക്കണം, പെർസെൻറ്റേജ് പഠിക്കണം. എന്നിട്ട് ഇത്രയും കാര്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിംപ്ലിഫിക്കേഷനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണോടാ, പഠിക്കണം. മക്കളെ ഇത്രയും കാര്യങ്ങളും ഏറ്റവും നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ, എങ്ങനെയാ പഠിക്കേണ്ടത് എന്ന് ഞാൻ ഇവിടെ പറയും. ഇനി ആ പഠിക്കുമ്പോൾ നമ്മുടെ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഇത് കേൾക്കുക. എന്താ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈ ഫണ്ടമെന്റൽസിനകത്ത് വരുന്ന ആളുകളെ മൊത്തമായിട്ട് ഏറ്റവും നല്ലതുപോലെ ആദ്യമേ പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഇനി പഠിച്ചു തുടങ്ങാൻ പോവുക. ഫണ്ടമെന്റൽസ് കഴിഞ്ഞു. മക്കളെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ റിവിഷൻ കൂടി നടത്തണം എന്നൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ ലെവലിലെ കാര്യങ്ങൾ പഠിക്കുക. മക്കളെ ഇത് പഠിച്ചു നമ്മൾ, എന്നിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ തുടങ്ങി. ഇത് തുടങ്ങുന്ന അതേ സമയത്ത് ഇവന്റെ റിവിഷനും നമ്മൾ കൂടെ കൊണ്ടുപോയിക്കോണം. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എടുത്തു പറയാനുണ്ട്. എന്താണെന്നറിയോ, ഞാനിപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗം പഠിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കാം. ഈ ടൈം ആൻഡ് വർക്കിനകത്ത് വരുന്നതായ കാര്യങ്ങൾ ആരൊക്കെയാണ്, നമ്മുടെ LCM HCF റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടൈം ആൻഡ് വർക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ LCM HCFനെ ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. കൃത്യമായിട്ട് എന്തെങ്കിലും ആഡഡ് ഫാക്ടുകൾ അവിടെ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കണം. ചെയ്ത് നോക്കിയ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ചെയ്യണം, പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഇവനെ ഒന്നുകൂടി തറവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവനെ ചെയ്തു തുടങ്ങണം. ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ, ഞാനിത് പറയാൻ കാര്യം, ഈ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റംസ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ഈ LCM HCF എന്ന് പറയുന്നതിന്റെ ബേസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മുമ്പോട്ടേക്ക് ചെയ്തു പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഈ ടൈം ആൻഡ് വർക്ക് പെട്ടെന്ന് പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ടൈം ആൻഡ് വർക്ക് നല്ലതുപോലെ മുമ്പോട്ടേക്ക് പോകുന്ന ആ അവസരത്തിലാണ് നമുക്ക് ടൈം ആൻഡ് വർക്ക് തീർന്നു എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരാൾ, ഉദാഹരണത്തിന് ദാണ്ട റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ആൾ, ഈ പറയുന്ന ആൾക്കും ഈ ടൈം ആൻഡ് വർക്കിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ബന്ധമുണ്ടാകുന്ന രീതിയിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ LCM HCF എന്നതിനെ കോർത്തു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന റേഷ്യോ പ്രപ്പോർഷൻ
വരുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കണം. ശരിയല്ലേ? അതിന് മുമ്പ് എന്ത് ചെയ്യണം? റേഷ്യോ പ്രൊപ്പോർഷൻ നല്ലതുപോലെ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. ആ റേഷ്യോ പ്രൊപ്പോർഷൻ നല്ലതുപോലെ റിവൈസ് ചെയ്ത് നമ്മൾ ടൈം ആൻഡ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അവിടെ നിന്ന് എടുക്കണം. ഓക്കെ ആണോ? ഇനി അതേപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ടൈം ആൻഡ് വർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ചോദ്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ആ സമയത്ത് നമ്മൾ പെർസെൻറ്റേജിനെ നമ്മൾ വ്യക്തമായിട്ട് റിവിഷൻ ചെയ്യണം. പുതിയ ചോദ്യങ്ങൾ, ചെയ്തു നോക്കിയ ചോദ്യങ്ങൾ എല്ലാം വ്യക്തമാക്കി ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ടൈം ആൻഡ് വർക്കിലെ ചോദ്യങ്ങളിലേക്ക് പെർസെൻറ്റേജിൽ നിന്ന് പോകാം. ഓക്കെ ആണോ? ഇതാണ് മക്കളെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ്. എന്താ നമ്മൾ കോമ്പിനേഷൻ സ്ട്രാറ്റജി അല്ലേ പറഞ്ഞു? ഇതാണ് കോമ്പിനേഷൻ. ഇത് നല്ലതുപോലെ പഠിച്ചാൽ എനിക്ക് അടുത്തത് എന്ത് ചെയ്യാം? ഈ പൈപ്സ് ആൻഡ് സിസ്റ്റംസിനകത്തേക്ക് വരാം. ഈ പൈപ്സ് ആൻഡ് സിസ്റ്റംസിനകത്തേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? LCM HCF ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LCM HCF റിവൈസ് ചെയ്യണം. ടൈം ആൻഡ് വർക്കിനകത്തെ LCM HCF ചോദ്യങ്ങൾ റിവൈസ് ചെയ്യണം. അതിൽ നിന്ന് പൈപ്പ് ആൻഡ് സിസ്റ്റംസിലെ ചോദ്യത്തിലേക്ക് ചെയ്തു തുടങ്ങാനുള്ള വഴിയായിട്ട് എത്തണം. ഇത്രയും റിവിഷൻ ചെയ്യുമ്പോൾ ഇത് തുടങ്ങാനുള്ള ഐഡിയ എവിടെ നിന്ന് കിട്ടുക? കുറച്ച് എളുപ്പമാണ്. ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി എന്താ വരിക? ഇത് തീർന്ന സ്ഥിതിക്ക് നമുക്കിനി റേഷ്യോ പ്രൊപ്പോർഷനും പൈപ്സ് ആൻഡ് സിസ്റ്റംസുമായിട്ടുള്ള ബന്ധമുണ്ടോ എന്ന് നോക്കണം. അതിനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? റേഷ്യോ പ്രൊപ്പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളെ എടുക്കണം. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? റേഷ്യോ പ്രൊപ്പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം റിവിഷൻ ചെയ്യണം. ടൈം ആൻഡ് വർക്കിനകത്ത് റേഷ്യോ പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ചോദ്യങ്ങളെ നോക്കണം. അതിൽ നിന്ന് വേണം ഞാൻ എവിടേക്ക് എത്താൻ? പൈപ്പ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് എത്താൻ. ഓക്കെ അല്ലേ? അതായത് ഒന്നുമില്ല, ഈ ആപ്ലിക്കേഷൻ ലെവലിനകത്ത് ഏത് ഭാഗമാണോ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തിന് ഫണ്ടമെന്റലുമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് തനിത്തനിയായി ചോദ്യങ്ങളെ എടുത്ത് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുക. അതിനെ വിളിക്കുന്ന പേരായി എന്തെന്ന് പറയുന്നത്? കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഓക്കെ ആണോ? അതിനെ വിളിക്കുന്ന പേരാ കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഈ മെത്തേഡ് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇങ്ങനെ തന്നെ പഠിച്ചു പോകുന്ന ഒരാളെ ഒരിക്കലും ഒരു പരീക്ഷയിലും പിന്നിലാക്കാൻ സാധിക്കില്ല. വളരെ വ്യക്തമായി പറയുന്നു, ഈ പറയുന്ന വ്യക്തി, ഇങ്ങനെ പഠിക്കുന്ന വ്യക്തി സ്പീഡിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേത് കാര്യത്തിലെടുത്താലും ഒരിക്കലും പിന്നിലാകില്ല. കാര്യം എന്താ? കോമ്പിനേഷൻ, അതായത് എല്ലാ ടോപ്പിക്കുകൾക്കും ഇടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻ മനസ്സിലാക്കിയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ആൽജിബ്ര എന്ന് പറയുന്ന ഭാഗം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഈ പറയുന്ന ഫണ്ടമെന്റൽസ് ആകുന്ന ഭാഗത്ത് നിന്നുള്ള ചില ട്രിക്കുകളും ടിപ്പുകളും നമുക്ക് ഇവിടെയും പ്രയോജനപ്പെടുത്താം. ഓക്കെ, അതുപോലെ ജോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, മെൻസുറേഷൻ, ഇവനെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്ക് അവിടെ ട്രിഗണോമെട്രി ഒക്കെ ഉണ്ട്. ഈ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിലും നമുക്ക് ഫണ്ടമെന്റൽസിൽ പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ സ്ട്രാറ്റജി. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടോപ്പിക്കുകളെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കണം. മക്കളെ, CBT 1 നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സിംപ്ലിഫിക്കേഷൻ. അതായത് സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 323 ചോദ്യങ്ങൾ. അതായത് 133 ഷിഫ്റ്റുകളായി നടത്തിയതായ പരീക്ഷകളെ മൊത്തമായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ 133 ഷിഫ്റ്റുകളിൽ നിന്ന് 323 ചോദ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം CBT 2 മൊത്തം എത്ര ഷിഫ്റ്റുകൾ ഉണ്ടെന്നറിയാം? 18 ഷിഫ്റ്റുകളുണ്ട്. 18 ഷിഫ്റ്റുകളിൽ നിന്നായിട്ട് 55 ചോദ്യങ്ങളാണ് എവിടെ നിന്ന് വന്നിട്ടുള്ളത്? സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായോ? അതുപോലെ പ്രാധാന്യം ആർക്കുണ്ട്? ഈ 288 മാർക്ക് എന്ന നിലയിൽ നമ്പർ സിസ്റ്റത്തിന് CBT 1 കാര്യമായ പരിഗണന കൊടുത്തേ പറ്റൂ. അതുപോലെ CBT 2 വരുമ്പോഴേക്കും എന്താ? അവിടെ ഒരു 14 ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അവിടെയും പിന്നെയും വരുന്നുണ്ട്. ആരാണ്? ഈ മെൻസുറേഷൻ. ഞാൻ പറഞ്ഞോ, ഈ മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കാനുണ്ടെന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. അതായത് 203 ചോദ്യങ്ങൾ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പറയുന്ന CBT 2 18 ഷിഫ്റ്റിൽ 75 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. കണ്ടോടാ. ഇനി അതേപോലെ തന്നെ കവർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ? 172 ചോദ്യങ്ങൾ LCM HCF നിന്ന് വന്നിട്ടുണ്ട്. 18 ഷിഫ്റ്റ് 24 ചോദ്യങ്ങൾ. ഇനി ട്രിഗണോമെട്രി റിലേറ്റഡ് ആയിട്ട് അല്ലേ വേണ്ട, ഈ ആൽജിബ്രയ്ക്കകത്ത് നിന്ന് 170 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് തന്നെ ഇവിടെ വന്നപ്പോൾ 12 ചോദ്യങ്ങളായിട്ടുണ്ട്. ഇനി ഇവിടെ റേഷ്യോ പ്രൊപ്പോർഷൻ 162 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം അപ്പുറത്ത് എത്ര ചോദ്യങ്ങൾ? 16 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവിടെ 139 ചോദ്യങ്ങളാണ് ട്രിഗണോമെട്രിയിൽ നിന്ന് വന്നേക്കുന്നത്. അത് എന്ത് ചെയ്തു? CBT 2 പ്രാധാന്യം കുറഞ്ഞു, 8 ചോദ്യങ്ങളായി മാറി. അത് ജോമെട്രി റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? 131 ചോദ്യങ്ങളുണ്ട്. അത് CBT 2 ആകുമ്പോൾ 15 ചോദ്യങ്ങളായി മാറി. കണ്ടോ? ടൈം ആൻഡ് വർക്കിന് 116 ചോദ്യങ്ങളാണ്. ഇപ്പുറം വന്നപ്പോഴത്തേക്ക് അത് 26 ചോദ്യങ്ങളായി മാറി. ഇവിടെ 108 ചോദ്യങ്ങളുണ്ട് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ വന്നപ്പോൾ അത് 27 ചോദ്യങ്ങളായി മാറി. കണ്ടോ? ഈ പ്രസക്തി അനുസരിച്ച് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതായത് എങ്ങനെയാണ് എന്നതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് മൊത്തമായ ഒരു വീക്ഷണം നിങ്ങളുടേതായ രീതിയിലൊന്ന് നടത്തേ. നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ
ലെവലിലെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട. അതിനർത്ഥം എന്താ? ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാ? ഫണ്ടമെന്റൽസ്. ഞാൻ പറഞ്ഞു, ഫണ്ടമെന്റൽസ് നല്ലതുപോലെ അറിയാമെങ്കിൽ ഒരുപാട് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഈ നമ്പർ സിസ്റ്റവും ഫണ്ടമെന്റൽസിന്റെ ഭാഗമല്ലേ? ഒരുപാട് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഇനിയും എന്താ പറഞ്ഞേ? LCM HCF ഫണ്ടമെന്റൽസിന്റെ ഭാഗമല്ലേ? ഒരുപാട് മാർക്ക് നമുക്ക് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കപ്പെടുന്നുണ്ട്. കണ്ടോടാ, കണ്ടോ? ഇനി ഞാൻ അവിടെ പറഞ്ഞ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ, പെർസെന്റേജ് നോക്കടാ, 138 ചോദ്യങ്ങൾ കണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് എന്താ? ഫണ്ടമെന്റൽസ് ആകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് എന്താ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ടോപ്പിക്കിനകത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ സ്കോറിംഗ് ഒരു സ്കോറിംഗ് എബിലിറ്റി നമുക്ക് അവിടെ കൂടെ കൊണ്ടു ചെല്ലാൻ പറ്റും. ഓക്കെ ആണോ? ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ CBT 1 CBT 2 പരിഗണിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാം 323 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. 18 ഷിഫ്റ്റിലായിട്ട് 55. ഇവിടെ ഇപ്പം പെർ ഷിഫ്റ്റ് ഞാൻ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 5 മുതൽ 6 ചോദ്യങ്ങൾ ഒരു ഷിഫ്റ്റിൽ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അതേസമയം ഇവിടേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 18 ഷിഫ്റ്റ് 55 ചോദ്യങ്ങൾ മൊത്തം ഉണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പരിഗണന കുറഞ്ഞിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ അവിടെയും ചോദിക്കപ്പെടുന്നുണ്ടല്ലോ. ഇനി അതേസമയം ഇത് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കേടാ. ഇവിടെ മൊത്തം എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചേ? 116 അല്ല, ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ. താണ്ടേ മക്കളെ, 139 ചോദ്യങ്ങളാണ് ട്രിഗണോമെട്രിയിൽ നിന്ന് വന്നത്. 18 ഷിഫ്റ്റിനകത്ത് 8 ചോദ്യം കിട്ടിയുള്ളൂ. അവിടെ ഇമ്പോർട്ടൻസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം എങ്ങനെയാണോ അതുപോലെ തന്നെ ആകണം ഈ വർഷം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പം ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനുകൾ അടുത്ത പരീക്ഷയിൽ ചിലപ്പം എന്ത് ചെയ്തേക്കാം? വേരി ചെയ്യപ്പെട്ടേക്കാം. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കാര്യത്തിനകത്തൊരു മാറ്റം ഉണ്ടാകില്ല. ഏതാ? സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതലായ ചോദ്യം ആയിരിക്കും ബാക്കിയുള്ള ടോപ്പിക്കുകളെ അപേക്ഷിച്ച്. ഓക്കെ, ആ ഒരു കാര്യം, ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് എന്താ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 2518 ചോദ്യങ്ങൾ മൊത്തമായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആ 2518 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ മേഖലയിൽ നിന്ന് എണ്ണം ഇട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ആ ഒരു ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ കോർഡിനേറ്റ് ജോമെട്രി കണ്ടോ? 38 ചോദ്യങ്ങളേ ഉള്ളൂ. ചോദിച്ചാലായി 18 ഷിഫ്റ്റിനകത്ത് 2 എണ്ണേ ഉള്ളൂ. കണ്ടോ? മൊത്തമായിട്ടുള്ള ഷിഫ്റ്റ് പരിഗണിച്ചപ്പോൾ 421 ചോദിച്ചിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ ചില ടോപ്പിക്കിന് പ്രാധാന്യം ചില പരീക്ഷകളിൽ ചില വർഷങ്ങളിൽ കൂടും, ചിലത് കുറയും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും NTPC എക്സാമിന് നമ്മുടെ സോൺ അനാലിസിന്റെയും പോസ്റ്റ് അനാലിസിന്റെയും ഒക്കെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പമാണ് NTPCക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജോടുകൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്കായി ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്, ഡ്രീം NTPC ബാച്ച്. തുടക്കക്കാർക്കും ഇനി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ റെയിൽവേയിൽ ജോലി നേടാം. ബിഗിനേഴ്സ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് എന്നിങ്ങനെ 3 തലത്തിലായിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ഡ്രീം NTPC ബാച്ച് ഒരു മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഡ്രീം NTPC ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തന്നെ കാണൂ, വിലയിരുത്തൂ, തീരുമാനിക്കൂ. ഇനി നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ അനലൈസ് ചെയ്യണം. മക്കളെ, ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഇവിടെ 133ഓളം വരുന്ന ഷിഫ്റ്റുകളെ ഞാനിപ്പോൾ പരിഗണിച്ചു എന്ന് വിചാരിക്കും. ഈ 133 ഷിഫ്റ്റുകളിൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ള ചോദ്യം ഏത് ഷിഫ്റ്റിലാണോ ഉള്ളത് അതിനെ പരിഗണിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഇതെടുത്തേക്കുന്നത്. അതേപോലെ വേറെ ഏതോ ഒരു ഷിഫ്റ്റിൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഭാഗത്തിനെ പരിഗണിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എവിടെയാണോ ഉള്ളത് അതിനെയാണ് ഞാൻ പരിഗണിച്ചേക്കുന്നത്. കാര്യം എന്താ? എല്ലാ പരീക്ഷയ്ക്കകത്തും ഒരേ എണ്ണത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഒരേ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ കുറയാം, ചിലപ്പോൾ 2 ചോദ്യങ്ങൾ അധികം വരാം, ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നില്ല എന്നിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ സെലക്റ്റീവ് ആയിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്താ? ഏത് ഷിഫ്റ്റാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പരീക്ഷയേക്കാൾ പരീക്ഷ എഴുതുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പല്ലാതെ എനിക്ക് അറിയാൻ പറ്റത്തില്ല. എൻ്റെ പ്രിപ്പറേഷൻ അതിന് ശേഷമല്ലല്ലോ, ഒരുപാട് മുമ്പല്ലേ തുടങ്ങണ്ടേ. ഇനി കാര്യങ്ങൾ നോക്കടാ. സിംപ്ലിഫിക്കേഷനകത്ത് നിന്ന് 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ നമുക്ക് ചോദിക്കപ്പെടാം. നമ്പർ സിസ്റ്റത്തിനകത്ത് 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ ചോദിക്കപ്പെടാം. റേഷ്യോ പ്രപ്പോർഷനിൽ നിന്ന് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ ചോദിക്കപ്പെടാം. ആവറേജിനകത്ത് നിന്ന് 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ. LCM HCFനകത്ത് നിന്ന് 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ. പെർസെൻറ്റേജിനകത്ത് നിന്ന് 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ. കണ്ടോ? ഫണ്ടമെന്റൽസ് ആയ ഭാഗത്തിനകത്ത് നിന്ന് കാര്യമായിട്ടുള്ള സ്കോറിംഗ് മാക്സിമം വെച്ച് നോക്ക്. 6, 10, 13, 15, 17, 19 ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ 19 എണ്ണം വരുന്നുണ്ട്. ഈ 19ന്റെ ഒരു ആവറേജ് എന്നുള്ള നിലയിൽ നമുക്ക് എന്തായാലും ഒരു 8 മാർക്ക് കവർ ചെയ്യാൻ ഇത്രയും ഭാഗങ്ങളെ കൊണ്ട് ഒരു 8 മാർക്ക് കവർ ചെയ്യാൻ ഇത്രയും ഭാഗങ്ങളെ കൊണ്ട് പറ്റും ഒരു പരീക്ഷയിൽ. ഇനി നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ലെവൽ.
ആപ്ലിക്കേഷൻ ലെവലിനകത്ത് പെർസെൻറ്റേജ് അറിയാവുന്ന ആൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ പാടുന്നില്ല. 3 മുതൽ 4 ചോദ്യങ്ങൾ വരും. എന്തായാലും അത്യാവശ്യം നല്ലതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ എവിടെ നിന്ന് വരും? NTPC ലെവലിൽ നിന്ന് വരത്തുള്ളൂ. ടൈം ആൻഡ് വർക്ക് 3 മുതൽ 4 ചോദ്യങ്ങളുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് 3 മുതൽ 4 ചോദ്യങ്ങളുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 മുതൽ 3 ചോദ്യങ്ങളുണ്ട്. ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് എത്ര എണ്ണം ഉണ്ട്? മാക്സിമം 1 അല്ലെങ്കിൽ 2, അത്രയും വരെ വരാം കേട്ടോ. ഇനി ഇത്രയും ഭാഗം എങ്ങനെ കവർ ചെയ്താലും നമുക്ക് എങ്ങനെ വരൂടാ? ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇവിടെ നിന്നും എന്ത് ചെയ്യാം? മാക്സിമം ഒരു 8 മാർക്ക് അല്ലെങ്കിൽ ഒരു 9 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ മാക്സിമം ഞാനിതിപ്പോൾ 8 മാർക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടെ 8 മാർക്ക് എന്നുള്ളത് ചിലപ്പോൾ ഒരു 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകൂടാ. എന്തായാലും ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 9 മാർക്ക് കൂട്ട്, അവിടെ ഒരു 8 മാർക്കായി. അപ്പോൾ 8ഉം 9ഉം എന്ത് വരുന്നുണ്ട്? ഒരു 17 റേഞ്ച് സംതിങ് വരുന്നുണ്ട്. ഇനി അടുത്ത നോക്കേ, ട്രിഗണോമെട്രിയിൽ നിന്ന് ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ. എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ജോമെട്രിക് അകത്ത് നിന്ന് 2 മുതൽ 3, മെൻസുറേഷൻ പാർട്ടിനകത്ത് നിന്ന് ഒരു 3 മുതൽ 4, ആൽജിബ്ര ലെവലിൽ നിന്ന് ഒരു 1 മുതൽ 2. ഓക്കെ ആണോ? ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ മാർക്ക് ഇവിടെ എഴുതിയെന്നുള്ളത് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്ത് തരാം. ഞാൻ ഒരു കാര്യം പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണേ മക്കളെ. ഈ ഒരു കാര്യം നിങ്ങൾ ഒരാളും ഒരു കാരണവശാലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല. ഇപ്പോഴായിരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് മാർക്ക്? നമുക്കറിയാം, ഞാനിവിടെ എഴുതിയതിനകത്തൊരു ചെറിയ തിരുത്തും കൂടെ ഉണ്ട്, അത് തിരുത്തിക്കൊണ്ട് തന്നെ പറയാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്? നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത് മൊത്തമായിട്ട്. ശരിയല്ലേ? ഈ മൊത്തമാകുന്നതായ 30 മാർക്കിനകത്ത് കുറച്ച് കൂടുതൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര വരും? 10, 10, 10 എന്ന് വരും. ശരിയല്ലേ? അതിനകത്തൊരു 1-2 മാർക്ക് കുറച്ച് കൂടുതൽ. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷനകത്ത് 8 എന്ന് പറയുന്നത് മിനിമമാണ്. ഒരു 12 മാർക്ക് എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കൂടാ. ഇനി 12ന്റെ ബാലൻസ് എത്ര ഉണ്ട്? നമുക്കൊരു 18 ഉണ്ട്. അതിനകത്ത് ഒരു 9 മാർക്കും ഇവിടെ ഒരു 9 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് നിയർലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നിയർലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആ 30 മാർക്കിന്. അതായത് ഇത്രയും ഭാഗത്ത് നിന്ന് ഒരു 10 മാർക്കെന്ന് കൂട്ടിക്കോ. ഇത്രയും ഭാഗത്ത് നിന്ന് ഒരു 10 മാർക്ക്, ഇത്രയും ഭാഗത്ത് നിന്ന് ഒരു 10 മാർക്ക്. അതായത് ഈ പറയുന്നതിൽ നിങ്ങൾ വിചാരിക്കുക ഫണ്ടമെന്റൽസ് മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽസും അഡ്വാൻസ്ഡും പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാം. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് എത്രയേ കിട്ടത്തുള്ളൂ? 20 മാർക്കേ കിട്ടത്തുള്ളൂ. കണ്ടോ? ഇത് രണ്ടും കൂടെ പരിഗണിച്ചാൽ 20. ഏതെങ്കിലും ഒരു ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ പോയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 20 മാർക്കേ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് ആ ഒരു 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന കാര്യം ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കേട്ടോടാ? ആ ഒരു ഐഡിയ കൂടി ഉണ്ടാകണേ. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നിനി പറയണം. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, 30 മാർക്ക് ഈ NTPC പരീക്ഷയുടെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ തരുന്നതായിട്ടുള്ള ഭാഗം ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളതായ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് ഇവിടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, എന്താ? ഹിസ്റ്ററി എടുത്തോ, അതിന് ചിലപ്പോൾ 3 ചോദ്യങ്ങളെങ്ങാനും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത്, 3ഓ 5ഓ. എന്തായാലും അവന് പഠിക്കാൻ എന്തോരം സിലബസ് ഉണ്ട്, ഹിസ്റ്ററിക്ക് പഠിക്കാനേ എന്തോരം സിലബസ് ഉണ്ട്. അതുമായി പരിഗണിക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന് പഠിക്കാൻ ഹിസ്റ്ററിക്കുള്ള അത്രയും തന്നെ ഉള്ളൂ. പക്ഷേ 3ന് പകരം ഇവിടെ എത്ര മാർക്കാണ് കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ? 30 മാർക്കെന്നാണ്. അതായത് ഇവന് ഒരുപാട് എന്തുണ്ട്? വെയിറ്റേജ് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇവന് വെയിറ്റേജ് ഒരുപാട് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ സിലബസ് കുറച്ചേ ഉള്ളൂ. ശരിയല്ലേ? കുറച്ചേ ഉള്ളൂ എന്നാണെങ്കിലും അവിടെ ഒരു ഗുണം വേറെ വരുന്നുണ്ട്. പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടാകും. അല്ല, ഈ പ്രഡിക്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ പറയാം, ഞാൻ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു. ആ ടോപ്പിക്കിനകത്ത് നിന്ന് മൊത്തം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ള പരീക്ഷയിലെ മൊത്തമായ ക്വസ്റ്റ്യനുകളും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതുവരെ പരീക്ഷയ്ക്ക് വന്നത് എന്ന് വിചാരിക്കും. നിങ്ങൾ ഈ 10 ടൈപ്പ് പഠിച്ചിട്ട് പോയാൽ മതി. ഈ 10 ടൈപ്പിനകത്തുനിന്നേ ചോദ്യങ്ങൾ വരും, അതിന് പുറത്തു നിന്ന് ചോദ്യങ്ങൾ വരില്ല. വന്നാൽ തന്നെ അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് മാത്രം, ഒരു സിറ്റുവേഷനായിട്ട് മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ പ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂല്യങ്ങൾ മാറാം, ചോദ്യങ്ങളുടെ സാധ്യതകൾ, ചോദ്യങ്ങളുടെ രീതികളൊന്നും മാറുന്നില്ല. ശരിയല്ലേ? ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കുറവുള്ള കാര്യങ്ങൾ മാത്രം എഴുതി ഏറ്റവും കൂടുതലായ കാര്യങ്ങളെയും ചിന്തിക്കാൻ അറിയാവുന്നവന് ഒരുപാട് സമയം ലാഭിച്ചു കിട്ടും എന്നൊരു ഗുണം കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ ലാഭിച്ചു കിട്ടുന്ന ആൾക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. അതായത് മാത്സ് ഇല്ലാതെ ഒരുത്തം പരീക്ഷ, മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഒരു ചോദ്യം പോലും അറ്റൻഡ് ചെയ്യാതെ ഒരാൾ എന്ത് ചെയ്തു? റീസണിങ് ചെയ്തു, അതുപോലെ ജനറൽ അവയർനെസ്സും ചെയ്തു. അയാൾ സ്കോർ ചെയ്യാൻ പോകുന്നതായ മാർക്ക് എത്രയാണോ ആ മാർക്കിനേക്കാളും മുകളിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കുകയും വളരെ കുറച്ച് കാര്യങ്ങളെ എഴുതുകയും അങ്ങനെ നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തി നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആ ഒരു പറഞ്ഞ കണ്ടീഷനിൽ ആളുകളെക്കാൾ കൂടുതൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്കോർ
സ്കോർ ചെയ്യാൻ പറ്റും. ഇനി കമ്പാരിറ്റീവ്ലി കുറഞ്ഞതായ സിലബസ് ആണ് എന്നുള്ളത് ശരിയാ. പക്ഷേ ഈ സിലബസ് ചെറുതാണ് എന്നതായ കാര്യത്തിനേക്കാൾ കവിഞ്ഞ് മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് മക്കളെ. ഒരു സ്കില്ല് എന്താ? ഈ പറയുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ല് വേണം. എന്താ ഈ സ്കില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്? ഈ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഓരോ ഉത്തരങ്ങളിലേക്കും എത്താം എന്നതായ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ആ സ്കില്ല് കൈമുതലായിട്ടുള്ളവൻ എന്താണ്? വളരെ കൂടിയ മാർക്ക് തന്നെ സ്കോർ ചെയ്യും. നിങ്ങൾ നോക്കിയാൽ ടോപ്പ് മോസ്റ്റ് മാർക്കിൽ എത്തിയിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നേടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കും വന്നിട്ടുള്ളത് എവിടെ നിന്ന് തന്നെ ആയിരിക്കും? ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഭാഗം. റീസണിങ്ങും പുറവിലല്ല, റീസണിങ്ങിൽ നിന്നും ആകാം. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങണം. എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്? മക്കളെ, ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എനിക്കൊന്ന് ചെവി തരണം. എന്താണെന്ന് ശ്രദ്ധിച്ചേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായി പഠിച്ചു മുമ്പോട്ടേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സിലബസ് ഉണ്ട്. ശരിയാണോ? അതായത് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ഈ പറയുന്ന സിലബസ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സിലബസ് വായിച്ചാൽ ഏത് ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതായത് ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നതെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ ചോദിച്ചിട്ടുള്ളതായ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, ചോദിക്കുന്നതായ ചോദ്യങ്ങളുടെ ട്രെൻഡ്, ഓരോ ഭാഗത്തു നിന്നും എത്ര ക്വസ്റ്റ്യനുകൾ വരെ ചോദിക്കാം, ക്വസ്റ്റ്യനിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് എന്ത് ചെയ്യണം? നമുക്ക് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കി തന്നെ മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ അനലൈസ് ചെയ്തേ പറ്റും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും ട്രൂ സിലബസ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് കേവലം പരീക്ഷയുടെ നോട്ടിഫിക്കേഷനോടൊപ്പം കൂടുന്ന സിലബസ് എന്ന് പറയുന്ന ആ ആളെ മാത്രമല്ല നോക്കേണ്ടത്. ട്രൂ സിലബസ് ആയ പ്രീവിയസ് ചോദ്യങ്ങളെ നോക്കണം. മിനിമം ഒരു 2 മുതൽ 3 വർഷം പിന്നിലേക്കുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ആണോ? അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലതുപോലെ, അല്ലെങ്കിൽ ഇത് എന്താണ് ഞാൻ പഠിച്ചു പോകേണ്ട ഒരു സ്ട്രാറ്റജി എന്നൊക്കെ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ നല്ലതുപോലെ ഇത് സഹായിക്കും. ഇനി എന്താണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രീവിയസ് ഇയർ ചോദ്യം പഠിച്ചു, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യം പഠിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആ ഒരു പാറ്റേൺ എന്താണ്, ട്രെൻഡ് എന്താണ്, ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലുകൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുകയല്ല നിങ്ങളുടെ ജോലി, മറിച്ച് എന്ത് പഠിക്കണമെന്ന് തിരിച്ചറിയുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കോമ്പിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ പഠിക്കണം എന്നതായ ഒരു രീതി നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് വെക്കാം. ഇനി എവിടുന്ന് മാത്രമേ പഠിച്ചു തുടങ്ങാവൂ? ഫണ്ടമെന്റൽസ് ആയ കാര്യങ്ങളിൽ നിന്ന് മാത്രമേ പഠിച്ചു തുടങ്ങാവൂ. ഇനി എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ഡിജിറ്റ് സമ്മ്, എന്താണ് LCM HCF കണ്ടുപിടിക്കുവാനുള്ള സ്ലാഷ് മെത്തേഡ് എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ എല്ലായ്പ്പോഴും ത്രൂ ഔട്ട് നമ്മുടെ ആ പഠന ശൈലിക്കകത്ത് ഇവൻ എന്തായിരിക്കണം? എല്ലായ്പ്പോഴും സജ്ജമായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഡെയിലി ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? അറ്റൻഡ് ചെയ്യണം. അതായത് നമ്മുടെ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ഒപ്പത്തിനൊപ്പം റിവിഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ആ സാഹചര്യം കൊണ്ട് സാധാരണ എല്ലാവരും പറയും ഒരു 40% അല്ലെങ്കിൽ ഒരു 60% കഴിയാതെ നമ്മൾ ടെസ്റ്റ് സീരീസുകളോ മോക്ക് ടെസ്റ്റുകളോ ഒന്നും ചെയ്യേണ്ട എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ എന്ന് മുതൽ തുടങ്ങുന്നോ അന്ന് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചതായ ഭാഗങ്ങളുടെ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് പോകണം? അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം. ഈ 40-60 എന്ന് പറയുന്ന കണ്ടീഷൻ അങ്ങ് മറന്നേക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ പരീക്ഷയ്ക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോടൊപ്പം കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റ് നമ്മളോടൊപ്പം എന്നും ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവനെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഓർക്കണം, ബ്രഷപ്പ് ചെയ്യണം. അതിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ പറയുന്നതായിട്ടുള്ള ആളിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതായത് നമ്മൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഞാൻ നാളെ തൊട്ട് NTPCക്ക് പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് അങ്ങടേക്ക് എത്തുമ്പോൾ എന്നോടൊപ്പം ആര് കൂടെ കൂടും? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് കൂടെ കൂടും. അതിനോടൊപ്പം ഞാൻ ആരെയും കൂടെ കൊണ്ടുപോകും. ഇവിടൊക്കെ ഞാൻ ചെറിയ രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നോടൊപ്പം കാര്യമായ രീതിയിൽ ആര് വരും? ബാക്കിയുള്ള ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം എന്നോടൊപ്പം ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്നോടൊപ്പം കൂടും. ഇതായിരിക്കണം നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ആ പഠിച്ചു പോകുന്ന രീതി. ഈ ഒരു ഐഡിയ കൂടി നിങ്ങൾ എന്ത് ചെയ്തേക്കുക? നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം, നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റെ സിലബസ്
പൂർണ്ണമായും കവർ ചെയ്യാതെയാണ് പരീക്ഷയ്ക്ക് പോകുന്നത് എന്നിരിക്കട്ടെ. ഒരു പരീക്ഷ എടുത്തു, നിങ്ങൾ ആ പരീക്ഷയുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്താൽ പോകുന്നത്. പക്ഷേ അത് ഏതിന് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, ഒരു കാരണവശാലും റീസണിങ്ങിനും അതുപോലെ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും നിങ്ങൾ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, അതും നമുക്ക് ചില സമയത്തൊരു തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. ഓക്കെ ആണോ? ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും NTPC എക്സാമിന് നമ്മുടെ സോൺ അനാലിസിന്റെയും പോസ്റ്റ് അനാലിസിന്റെയും ഒക്കെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പമാണ് NTPCക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജോടുകൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്ക് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്, ഡ്രീം NTPC ബാച്ച്. തുടക്കക്കാർക്കും ഇനി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ റെയിൽവേയിൽ ജോലി നേടാം. ബിഗിനേഴ്സ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് എന്നിങ്ങനെ 3 തലത്തിലായിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ഡ്രീം NTPC ബാച്ച് ഒരു മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ 2-ന് ആരംഭിക്കുന്ന ഡ്രീം NTPC ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തന്നെ കാണൂ, വിലയിരുത്തൂ, തീരുമാനിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ബേസിക്സ് എന്താണെന്ന് പറയാം. ഏറ്റവും ആദ്യം നമുക്ക് എക്സാം എന്താണെന്ന് തിരിച്ചറിയണം. എക്സാം തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താ എക്സാമിൻ്റെ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തന്നു. ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ജനറൽ ആയിട്ടുള്ള സിലബസ് വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു 2 മുതൽ 3 വർഷം വരെയുള്ളതായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു മുമ്പോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഓർഡർ ഞാൻ സെറ്റ് ചെയ്യണം. അതായത് ഫണ്ടമെന്റൽസ് ആകുന്നതായ കാര്യങ്ങൾ, ആ ഫണ്ടമെന്റൽസ് ആകുന്ന കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഒരു ടൈം ടേബിൾ, ഇപ്പോൾ ഒരാഴ്ചത്തേക്കോ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടുക, എല്ലാ സാധനവും വരുന്നുണ്ട്. ആ പ്രിപ്പറേഷൻ്റെ ഓരോ ദിവസവും എന്ത് പഠിക്കണമെന്നുള്ളൊരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ടോപ്പിക്കുകളെ എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫണ്ടമെന്റൽസ്, ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഇത് അഡ്വാൻസ്ഡ്. അതിനകത്ത് ഫണ്ടമെന്റൽസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ പറയുക, ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് റേഷ്യോ പ്രൊപ്പോർഷൻ ആണ്. റേഷ്യോ പ്രൊപ്പോർഷൻ അല്ലേ, വേണ്ട, ഞാൻ ഫണ്ടമെന്റൽസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് ഏതിനെയാണ്, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നതായ ഭാഗം നല്ലതുപോലെ പഠിച്ച് അതിനെ ഒരു തവണ റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തേക്ക് ചെല്ലും. ഈ ടൈം ആൻഡ് വർക്ക് ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിനകത്ത് LCM HCF വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു തവണ കൂടി LCM HCF എന്ന് പറയുന്ന ഫണ്ടമെന്റൽസിലെ ഭാഗത്തിനെ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് റിവിഷൻ ചെയ്യും. എന്നിട്ട് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലങ്ങൾ മൊത്തമായി ചെയ്തു കൊടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞതായ സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ആണ് എന്നാണെങ്കിൽ ഇനി ഇതിനകത്ത് ഈ ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വല്ലതും വരുന്നുണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം ഇവിടെ ഉണ്ട്, റേഷ്യോ പ്രൊപ്പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം പെർസെൻറ്റേജ് എന്ത് ചെയ്യും, ഒന്നുകൂടെ റിവിഷൻ ചെയ്യും. എന്നിട്ട് ടൈം ആൻഡ് വർക്കിൻ്റെ പെർസെൻറ്റേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് മൊത്തം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഇനി ഫണ്ടമെന്റൽസിനകത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധമുള്ളത്, അപ്പോൾ എനിക്ക് റേഷ്യോ പ്രൊപ്പോർഷനെ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫണ്ടമെന്റൽസിനകത്ത് ഞാൻ റേഷ്യോ പ്രൊപ്പോർഷനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നതിനകത്ത് റേഷ്യോ പ്രൊപ്പോർഷനെ ഞാൻ എന്ത് ചെയ്യും, ചെയ്തു നോക്കും. എന്നിട്ട് എല്ലാം തീർന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു റിവിഷൻ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് കണ്ടക്ട് ചെയ്യും. മക്കളെ, ഫ്രീക്വൻറ്റ് റിവിഷൻസും മസ്റ്റാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഇവിടെ വ്യക്തമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയേണ്ടതുണ്ട്. അതെന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ. ഞാൻ ഈ ഓർഡർ ഓഫ് പ്രിപ്പറേഷൻ ചെയ്ത് ടോപ്പിക്കുകളെ കാറ്റഗറൈസ് ചെയ്ത് ചെയ്യാനായിട്ട് തയ്യാറായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്തുള്ള ഓരോ ടൈപ്പുകളെയും തരംതിരിച്ച് മനസ്സിലാക്കി എത്ര ടൈപ്പുകളായി ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പ്രീവിയസ് ചോദിക്കുമ്പോൾ എനിക്ക് പ്രീവിയസ് നോക്കുമ്പോൾ തന്നെ ഐഡിയ കിട്ടൂലേ. ഇതെല്ലാം നോക്കി ഞാൻ സെറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടോണേ, എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞുതരാം. മക്കളെ, സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നൊരു സാധനം വേണം. അതായത് നിങ്ങൾക്ക് നമ്മളോടൊപ്പം വരുമ്പോൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട്, പ്രാക്ടീസ് സെഷനുകൾ വരുന്നുണ്ട്, PYQ സെഷൻസ് വരുന്നുണ്ട്, ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റും വരുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തരുന്ന കണ്ടന്റുകളാണ്.
ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ഞങ്ങൾ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ആ ഒരു ടൈം മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം 5 മണിക്കൂറിൻ്റെ കണ്ടന്റ് ക്ലാസ്സുകളും എല്ലാം കൂടെ ചേർത്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നെങ്കിൽ ഈ 5 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നതിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കണക്ക് കൂട്ടരുത്. മറിച്ച് എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ ഒരു 5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. ഈ 5 മണിക്കൂറിനെ എങ്ങനെ വിഹിതമാക്കി പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ആള് മാറുന്നതിനനുസരിച്ച് പഠിക്കാനെടുക്കുന്ന സമയത്തിനകത്തും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കേപ്പബിലിറ്റി ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. അതുകൊണ്ട് സമയം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളും സെഷൻസും എല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയം അല്ലാതെയുള്ള എന്തെങ്കിലും ഒരു സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. മക്കളെ, ഡെയിലി പ്രാക്ടീസ് മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ബലവത്താകൂ, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ബലവത്താകത്തുള്ളൂ. കാര്യങ്ങൾ മറക്കാതെ ആ ഒരു സ്കില്ല് കയ്യിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് വേണം. ഓക്കെ ആണോ? ഇനി എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു മാസത്തേക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കുക. അതായത് എനിക്ക് എല്ലാ ദിവസങ്ങളിലും ഇത്ര മണിക്കൂർ ഫ്രീ കിട്ടും. ആ കിട്ടുന്നതായ ഫ്രീ ടൈമുകളിൽ ഏതൊക്കെയാണ് സമയം പരിഗണിച്ച് ഞാൻ പഠിക്കാനിരിക്കുന്നത്, തിങ്കളാഴ്ച ഞാൻ എന്ത് പഠിക്കണം, ചൊവ്വാഴ്ച എന്ത് പഠിക്കണം, അങ്ങനെ കൃത്യമായ ഒരു പാറ്റേൺ തയ്യാറാക്കുക. ആ തന്നിട്ടുള്ള പാറ്റേണിനകത്ത് ഒരു കോംപ്രമൈസ്. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ്. ഇത് പഠിച്ച് തീർത്തിട്ട് വേണം എനിക്ക് അടുത്ത കാര്യം നോക്കാൻ എന്നാണെങ്കിൽ ഇത് പഠിക്കാതെ നിങ്ങൾ അന്നത്തെ ദിവസം എന്ത് ചെയ്യരുത്, വിടരുത്. ഓക്കെ ആണോ? മാക്സിമം നിങ്ങൾ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റഡി പ്ലാനിനകത്ത് ഉണ്ടാക്കരുത്. ഓക്കെ ആണോ? നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചേ ഉണ്ടാക്കാവൂ. പറ്റുന്ന പണി വെച്ചിട്ടുള്ള സിലബസ് സ്റ്റഡി പ്ലാനെ ഉണ്ടാക്കാവൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അതേ ഉണ്ടാക്കാം. അതിന് മോളിൽ പോരുത്. അങ്ങനെയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്ലാനിനകത്ത് ഉണ്ടാവും. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കണേ. നമ്മൾ പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എങ്ങനെ പഠിക്കണം. മക്കളെ, എല്ലായ്പ്പോഴും ഞാനൊരു സോളിഡ് കോപ്പി കയ്യിൽ കരുതണം. അതായത് ഞാനിപ്പോൾ പറയുക, ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നതായിട്ടുള്ള ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ ഈ ടോപ്പിക്കിനകത്ത് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു. ആ കോൺസെപ്റ്റുകളെ ഷോർട്ട് ഹാൻഡ് ആക്കി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതായ മറന്നു പോകരുതാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ആ കാര്യങ്ങളെ ഞാൻ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ബുക്കിനകത്തോ ഒരു പേപ്പർ, അത് കളയാനുള്ള പേപ്പറല്ല, കയ്യിൽ സൂക്ഷിക്കാനുള്ള പേപ്പർ. എന്താണ് കാര്യമെന്ന് പറഞ്ഞു തരാം. വളരെ ഷോർട്ട് ഹാൻഡായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഒപ്പം ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗം പഠിക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ ചോദ്യങ്ങളെയാണോ വിശദീകരിച്ച് പഠിച്ചത്, ആ പഠിച്ച ചോദ്യങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടാകണം. ക്വസ്റ്റ്യൻസുകൾ എൻ്റെ കയ്യിൽ ഉണ്ടാകണം. പ്ലസ് ആ ക്വസ്റ്റ്യനുകളുടെ സൊല്യൂഷൻസ്. എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. ക്വസ്റ്റ്യൻസും വേണം, എന്തും വേണം, സൊല്യൂഷൻസ് വേണം. ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്ന് കേട്ടോ മക്കളെ. ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് റിവിഷൻ എന്ന് പറയുന്നത് നടത്തേണ്ടതായിട്ടുള്ള സമയമുണ്ടല്ലോ. ഈ റിവിഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഭംഗിയായിട്ട് നടക്കണം, വളരെ വേഗത്തിൽ നടക്കണം. എന്നാണെങ്കിൽ നിങ്ങൾ എന്താണ് ടൈം ആൻഡ് വർക്കിൽ പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന ബുക്കിൽ നിന്ന് ഇത്ര ചോദ്യം നോക്കിയായിരുന്നു, ഇന്ന ബുക്കിൽ നിന്ന് ഇന്ന സൈറ്റിൽ നിന്ന് ഇന്നത് എന്നല്ല പറയേണ്ടത്. ഞാൻ എവിടെ നിന്ന് എന്തൊക്കെ പഠിച്ചോ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ആ ക്വസ്റ്റ്യനുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, എടുക്കണം. ആ ചോദ്യങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, റിവിഷൻ സമയത്ത് കാണാതെ ചെയ്തു നോക്കുക. ഇനി റിവിഷൻ സമയത്ത് കാണാതെ ചെയ്തു നോക്കിയാൽ മാത്രം പോരാ. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യണം, ഈ ഒരു റിവിഷൻ്റെ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതായത് ഞാൻ ഇതുവരെ പഠിച്ചതായ ചോദ്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പുതുതായ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇതുകൊണ്ട് ഉപയോഗമാകുന്നുണ്ടോ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ചോദ്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഈ ചോദ്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കരുതുകയാണ്. നിങ്ങൾക്ക് റിവിഷൻ നടത്തണം, അതുപോലെ റിവിഷൻ നടത്തണം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ റിവിഷൻ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യതയാർന്ന രീതിയിൽ ആയി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണം, ഈ പറയുന്ന ഷോർട്ട് ഹാൻഡായിട്ട് എഴുതിയ നോട്ടുകൾ വേണം. അതുപോലെ ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ അതുപോലെ സൊല്യൂഷനുകൾ എഴുതിയ പേപ്പറുകൾ നിങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെ നിങ്ങൾ CBT 1 എന്ന് പറയുന്ന പരീക്ഷ പോയി എഴുതും എന്നിരിക്കട്ടെ.
CBT 1 കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ എന്തായാലും CBT 2-നകത്തേക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ ചിലപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നേരത്തെ പഠിച്ചു തുടങ്ങുമായിരിക്കാം. ചില ആളുകൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ചിലപ്പോൾ ഇനി കാണുമോ ഇല്ലയോ, എന്നാൽ റിസൾട്ട് വന്നിട്ട് പഠിക്കാം. ഒരുപാട് സമയമൊന്നും ഉണ്ടാകില്ല റിസൾട്ട് വന്നു കഴിഞ്ഞാലും. എന്നാൽ പോലും ആ സമയത്തും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യും, സഹായിക്കും മക്കളെ. ഈ വഴി നിങ്ങളോട് ഇന്ന് വരെ ഒരാൾ പോലും പറഞ്ഞിട്ടുണ്ടാകില്ല. ഈ വഴി ക്വാണ്ടിറ്റേറ്റീവ് പഠിക്കാൻ ഞാൻ പറയുന്നതാണ്, എഴുതി പഠിക്കുക എന്നാ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ക്വസ്റ്റ്യനുകൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാ. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തൊരു പരിപാടി എന്താ, ഇമ്പോസിഷൻ എഴുതി പഠിക്കുക. അതായത് ആൻസറുകളെ എഴുതി പഠിക്കുകയല്ല, ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. അതായത് ടൈം ആൻഡ് വർക്കിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്സേ പോലെ ഇരിക്കുന്ന ഒരു ചോദ്യം എനിക്ക് തന്നു, പക്ഷെ എൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇതെങ്ങനെ ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയും എന്ന സാഹചര്യം എത്തുമ്പോൾ ആ ചോദ്യത്തിനെ നല്ലതുപോലെ സമയമെടുത്ത് വായിച്ച് 1 or 2 തവണയൊക്കെ ഒന്ന് എഴുതി സ്റ്റേൺ ആക്കി, അതായത് കൃത്യമാക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ആ ചോദ്യം വിട്ട് അപ്പുറത്തേക്ക് പോകാവൂ. വളരെ സമയം ആവശ്യത്തിന് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം CBT 2 എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ എളുപ്പമായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, റെഗുലർ ക്ലാസ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം, പ്രാക്ടീസ് സെഷനുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, ടെസ്റ്റ് സീരീസുകളും അറ്റൻഡ് ചെയ്യണം. ഇനി നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്തി തരാൻ പറ്റുന്ന, അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ സെൽഫായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഏത്, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കും. ടൈമറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു സെഷനാണ് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി. ഈ ഇരിക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഷീറ്റുള്ള, അതായത് നമ്മളെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, അത് റിവൈസ് ചെയ്യുന്നു, അതിനുശേഷം ഈ പറയുന്നതായിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെയും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ ഒരു PDF നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം റിവിഷൻ ചെയ്യേണ്ടതെല്ലാം കൃത്യമായി റിവൈസ് ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, തന്നെത്താനെ ഈ പറയുന്ന ഭാഗം ചെയ്തു വെക്കും. അതായത് ഇവിടെ കാലിക്ക് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യാനുള്ളതായ മേഖലയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റുകൾ എഴുതാൻ, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും എഴുതാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പുകളൊക്കെ എഴുതാനുള്ള സ്ഥലം എന്ന രീതിയിൽ കുറച്ച് സ്ഥലം അവിടെ ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യനുകളെ എല്ലാം എഴുതി തയ്യാറാക്കി മുമ്പോട്ട് പോകാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോളിഡ് കോപ്പി, ആ സോളിഡ് കോപ്പിയുടെ ഒരു മിനിയേച്ചർ വെർഷനാണ് ഈ സാധനം. ഇതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ, കേട്ടോടാ? ശരി, അപ്പോൾ അങ്ങനെയുള്ളത് ഈ ഒരു പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ എന്ത് ചെയ്യും, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇരുന്ന് ചെയ്യും. അതും ടൈം കീപ്പ് ചെയ്ത് തന്നെ ചെയ്യും. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യം നല്ലതുപോലെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു പരിപാടിയായത്. ഇനി നോക്കേ, റീസണിങ് ഉണ്ട്. റീസണിങ് മേഖല വരുമ്പോഴും ഇത്തരത്തിൽ തന്നെ ചോദ്യങ്ങൾ തരും. കണ്ട, ഫിഗറുകളൊക്കെ തന്നു, ഡിഫറൻസുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റുകളൊക്കെ നടത്താൻ, അടുത്തത് ആര് വരുമെന്നറിയാൻ, ഇങ്ങനെയുള്ള പലതായ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കിട്ടും. ഇതേപോലെ തന്നെ ഈ പറയുന്ന പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ, അതായത് ക്ലാസ്സുകൾ കൃത്യമായിട്ടുണ്ട്, ക്ലാസ്സുകളോടൊപ്പം നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷീനറിയാണ് എന്ത്, അല്ലെങ്കിൽ ഒരു സെഷനാണ് എന്ത്, ഈ പറയുന്ന പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡ്രീം NTPC ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ക്ലാസ്സുകളെ കൃത്യമായി വിലയിരുത്തി എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നത്, നിങ്ങൾക്കത് ഏത് രീതിയിലാണ് വർക്കൗട്ട് ആകുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൂടി ഏറ്റവും നല്ലതുപോലെ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ലിസ്റ്റിനകത്തേക്ക് വരാൻ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. എന്താണ്? 1 month ഫ്രീ ക്ലാസ്സസ്. ഓക്കെ, ഒരുപാട് സമയമൊന്നും ആലോചിക്കേണ്ട, ക്ലാസ്സുകളിലേക്ക് ജോയിൻ ആവാം. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എവിടെ കാണാം? ഇനി നമ്മുടെ അങ്കത്തട്ടിൽ കാണാം. എവിടെ? നമ്മുടെ ക്ലാസ്സുകളിൽ.